കോഴിക്കോട് തിരുവങ്ങൂർ മേൽപ്പാലത്തിലെ വിള്ളൽ താൽക്കാലികമായി അടച്ചു. 400 മീറ്റർ നീളത്തിലാണ് വിള്ളൽ വീണിരുന്നത്. മഴ കനത്താൽ വീണ്ടും വിള്ളൽ വീഴും എന്നാണ് ആശങ്ക. സലാം മുഹമ്മദ്, സലാം, ഇത് എങ്ങനെയാണ് ഇപ്പോൾ താൽക്കാലികമായി അടച്ചത്? സൈഫുദ്ദീൻ, ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു ടാർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു താൽക്കാലിക സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആ രീതിയിലുള്ളൊരു ഒരു ഉപാധിയാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് ഇനിയും മഴ കൂടുതൽ കനത്താൽ വീണ്ടും വിള്ളലുണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. കൂടാതെ ഈ കൂരാട് മേൽപ്പാലം അപകടം ഉണ്ടായത്, അതായത് കൂരാട് ദേശീയപാതയിൽ ഇടിവുണ്ടായ അതേ ദിവസം തന്നെയാണ് ഇവിടെ ഈ രീതിയിലുള്ള ഏതാണ്ട് 400 മീറ്ററിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. 400 മീറ്ററിലധികം ദൂരം ഈ വിള്ളല് ഈ റോഡ് വിണ്ടിരിക്കുകയാണ്. അത് പിന്നീട് ഇന്നലെ രാത്രിയിലാണ് ഈ രീതി വന്നിട്ട് അടച്ചത്. രാത്രി എന്തിപ്പോ താൽക്കാലിക ഒരു സംവിധാനം മാത്രമേ ചെയ്തേയുള്ളൂ. അത് അധികൃതമായിട്ട് ഇവർ സംസാരിച്ചിട്ടുണ്ട്. അതിനുള്ള കാര്യങ്ങൾ ഇവർ പറയും. ആദ്യഘട്ടത്തിൽ എങ്ങനെയായിരുന്നു വിള്ളൽ? എങ്ങനെയായിരുന്നു വിള്ളല്? രാവിലെ നടക്കാൻ പോകുന്ന ആളുകളാണ് ഇത് ശ്രദ്ധയപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ ഒരു ദിവസത്തെ മഴ മാത്രമാണ് പെയ്തത്. ആ മഴ പെയ്തതിനു ശേഷമാണ് ഈ വിള്ളൽ കണ്ടിട്ടുള്ളത്. അപ്പൊ അത് കണ്ട ഉടനെ തന്നെ ബന്ധപ്പെട്ട അധികാരികളൊക്കെ തന്നെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതിനിടയിൽ ഇവർ വന്നിട്ട് ഇത് ടാറിങ് മാത്രം പൊട്ടിയതാണ്, അത് പ്രശ്നമില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിന് ശേഷമാണ് ഇത് ഈ രീതിയിലേക്ക് അടച്ചിട്ടുള്ളത്. അടച്ചത് പോലും വൃത്തിയില്ല. ഇത് ഈ വകാട് അദാനി ഗ്രൂപ്പാണ് ഈ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് ഗവൺമെന്റ് കയ്യിൽ നിന്ന്. അതിനുശേഷം സബ് കോൺട്രാക്ട് കൊടുത്താണ് വകാടിന്. ഈ വകാട് ഈ വർക്ക് ഏറ്റെടുത്തതിന് ശേഷം നിരന്തരമായി ഈ നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെയുള്ള ഒരുപാട് ആളുകൾ സമരരംഗത്തുണ്ട്. CPM നേതൃത്വത്തിൽ ഇവിടെ രാപ്പകൽ സമരവും അതുപോലെ തന്നെ NHI ഓഫീസിലേക്ക് മാർച്ച് ഉൾപ്പെടെ നേരത്തെ നടത്തിയതാണ്. ഇവിടെ ഡ്രൈനേജിന്റെ പ്രശ്നമുണ്ട്. ഡ്രൈനേജിന്റെ വെള്ളം കൃത്യമായിട്ട് പോകുന്നില്ല. അതുതന്നെ ടോപ്പ് ഒരുപാട് സ്ഥാനങ്ങളിൽ ടോപ്പ് പൊട്ടിപ്പോയിട്ട് അതിന്റെ പ്രശ്നങ്ങളുണ്ട്. സമീപത്തുള്ള ചുമരുകളും യെസ്. എങ്ങനെയാ വെച്ചാൽ ഈ വിള്ളൽ വന്നതിന് ശേഷമാണ് ഈ വാളുകളൊക്കെ തന്നെ ഈ രീതിയിലേക്ക് ക്രാക്ക് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നേരത്തെ ഉണ്ടായ സംഭവം പോലെ തന്നെ ഇവിടുന്ന് മണ്ണൊന്നും നീങ്ങിപ്പോയിട്ടില്ല. പക്ഷേ ഒരു ഭീതി ഇത് വെള്ളിൽ വന്നതിന് ശേഷം ജനങ്ങളുടെ ഇടയിലുണ്ട്. ഇത് കൃത്യമായി പരിശോധന നടത്തിയിട്ട് എന്നിട്ട് മാത്രമേ ഇതുവരെ വാഹനത്തിന് ഇത് തുറന്നു കൊടുത്തിട്ടില്ല. ഇവിടെ അണ്ടർപാസിന്റെ പണി പൂർത്തീകരിക്കാത്തതുകൊണ്ട് ഇത് തുറന്നു കൊടുത്തിട്ടില്ല. പക്ഷെ അങ്ങനെ വാഹനം കയറുന്നതിന് മുന്നെയാണ് ഈ രീതിയിലേക്കുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ കുറച്ചുകൂടി മണ്ണ് നീങ്ങി പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള കൂരാടൊക്കെ ഉണ്ടായ പോലുള്ള ഒരു അപകടം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. 400 മീറ്ററിലധികം ദൂരം റോഡ് വിണ്ടിരിക്കുകയാണ്. റോഡിൽ ഒരു ഗ്യാപ്പ് വന്നിരിക്കുകയാണ്. അത് താൽക്കാലികമായി ടാർ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിലാണ് വന്ന് ഈ ദേശീയപാത അതോറിറ്റിക്കാർ ഉദ്യോഗസ്ഥർ വന്ന് ഈ പണിയെടുത്തിരിക്കുന്നത്. ഏതായാലും വലിയൊരു അപകടം ഉണ്ടാകാത്തതിനൊരു കാരണം പറയുന്നത് ഇവിടെ നിന്നും മണ്ണ് നീങ്ങിപ്പോയില്ല എന്നുള്ളതാണ്. സാധാരണ വലിയൊരു ഗ്യാപ്പ് തന്നെയാണ്. 400 മീറ്ററിലധികം ദൂരത്തിലാണ് ഗ്യാപ്പ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇതിന് തൊട്ടടുത്തുള്ള വാളുകളിലും ഈ രീതിയിലുള്ള വിള്ളലുകൾ, ക്രാക്കുകൾ കാണുന്നുണ്ട്. അതും നാട്ടുകാർ ഈ അതോറിറ്റിയെ അറിയിച്ചതാണ്, ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ അത് അടക്കാനുള്ള അല്ലെങ്കിൽ സംരക്ഷിക്കാനുള്ള ഒരു സമീപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും റോഡിൽ 400 മീറ്ററിലധികം വിള്ളലുണ്ടായിട്ടുണ്ട്. അതിപ്പോൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. സൈഫുദ്ദീൻ, കോഴിക്കോട് തിരുവങ്ങൂരിൽ നിന്ന് സലാം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.